ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ ക്യാഷ് നോക്കുമ്പോൾ ബാഗിനകത്ത് പൈസയില്ല. ഞാൻ വെപ്രാളത്തോടെ ബാഗ് പരിശോധിക്കുന്നതും എന്ത് ചെയ്യും പടച്ചോനെ എന്ന് വിളിച്ച് കരയുന്നതും ശ്രദ്ധിച്ചുകൊണ്ട് തൊട്ടടുത്ത് സീറ്റിലിരുന്ന ആൾ പറഞ്ഞു, വെപ്രാളപ്പെടാതെ നോക്കുമോളെ, അതിനകത്ത് തന്നെ കാണും. ഞാൻ വീണ്ടും ബാഗ് പരിശോധിച്ചു. അതിനകത്ത് ക്യാഷില്ലെന്ന് ആ മനുഷ്യനും ഉറപ്പ് വന്നു. അപ്പോൾ അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ എടുത്ത് എൻ്റെ നേർക്ക് നീട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്കൊരു 38 രൂപയുടെ ആവശ്യമേ ഉള്ളൂ. ഇതിലൊരു 25 രൂപ കൊടുക്കണം. ഇതിന് ചെന്നിറങ്ങിയിട്ട് വീട്ടിലോട്ട് പോകാൻ ഒരു 13 രൂപയും കൂടി വേണം. പെട്ടെന്ന് അയാൾ ആ 100 രൂപയുടെ കൂടെ വീണ്ടും ഒരു 100 രൂപയും കൂടെ എടുത്ത് വെച്ച് 200 രൂപയാക്കി എൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. ഇപ്പോൾ തന്നെ ഇരുട്ടി. നല്ല മഴയുമുണ്ട്. നീ പറഞ്ഞ സ്റ്റോപ്പിൽ ഈ ബസ് എത്തുമ്പോൾ ഇതിലും ഇരുട്ടും. ഇവിടെ നിന്ന് ചെന്നിറങ്ങിയിട്ട് ബസ് കാത്ത് നിൽക്കണ്ട, നമ്മളൊരു ഓട്ടോ പിടിച്ച് പോകും. പൊക്കോണം. ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. എന്നെ സഹായിച്ച ആ മനുഷ്യൻ ഒരു ഹിന്ദുവാണ്. ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഞാൻ ആ മനുഷ്യനെക്കുറിച്ച് ഓർക്കും. ആ മനുഷ്യനെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഹിന്ദു മതം എന്ന അയാളുടെ ആ നല്ല മതത്തെക്കുറിച്ചും ഓർക്കും. ഒരാൾ അയാളുടെ മതത്തെ ഉന്നതിയിലെത്തിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ്, അല്ലാതെ അമ്പലം പൊളിച്ചും പള്ളി ഇടിച്ചും ചർച്ചിനെ ഇല്ലാതാക്കിക്കൊണ്ടുമല്ല. അമ്പലം പൊളിച്ചാൽ അള്ളാഹും വേദനിക്കും, പള്ളി പൊളിച്ചാൽ രാമനും വേദനിക്കും. നിങ്ങളെ തോൽപ്പിച്ച് നിർത്തിക്കൊണ്ട് നിങ്ങൾക്കൊരാൾ ജയ് വിളിച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ?